വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കളിയായിരുന്നു പഞ്ചാബും നമ്മുടെ RCBയും തമ്മിലുള്ളൊരു മാച്ച്. ഏതൊരു RCB ഫാനിനെ പോലെയും RCB കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ടീം എന്ന് പറയുന്നത് പഞ്ചാബ് ആയിരിക്കും. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ഞാനൊരു ഓൺ ആൻഡ് ആവറേജ് സ്കെയിലാണ് പറയുന്നത്. മിക്കവരുടെയും ഫേവറേറ്റ് ടീം പഞ്ചാബ് കഴിഞ്ഞാൽ അടുത്ത RCB ആയിരിക്കും. സോ അവർ തമ്മിൽ അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം രണ്ടുപേരും നല്ലൊരു ബാലൻസിങ് ടീമാണ്. ഓൾസോ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഈ കളി ജയിക്കുന്നവർ കപ്പടിക്കും എന്നും കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചാബിന് തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇന്നത്തെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു കളിയായിരുന്നു. അതേപോലെ തന്നെ പക്ഷേ മഴ വന്നു, അതിൽ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ പിച്ച് അങ്ങ് മാറി വളരെ ഇതായി. പിന്നെ നല്ലൊരു ടോസ് ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ശ്രേയസ് ഇന്ന് ബോളിംഗ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിച്ച് ഭയങ്കര സ്ലോ ആയിരുന്നു. പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാക്കി. അതേപോലെ തന്നെ ബോള് നേരെ ബാറ്റിലോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ പ്രശ്നമായിരുന്നു. പിന്നെ എന്നാലും RCB മാക്സിമം ട്രൈ ചെയ്തു. വലിയൊരു ഹ്യൂജ് മാർജിനിൽ തോൽവി എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്. 2 ഓവർ അടുപ്പിച്ചാണ് ജസ്റ്റ് തോൽക്കാനുണ്ടായ ഒരിത്. 2 ഓവറിനുള്ളിലാണ് അവർ മാക്സിമം ട്രൈ ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കളിയായിരുന്നു ഇന്നത്തെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ RCBയുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ബാംഗ്ലൂരിലെ ചിന്നസ്വാമിയിലെ ഒരു ജയം. ഈ വർഷത്തെ ഇതുവരെ ഒരു കളി പോലും ചിന്നസ്വാമിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. ബാറ്റിങ്ങിൽ ഒരു പക്ഷേ കോഹ്ലി ഉണ്ടായിരുന്നുവെങ്കിൽ പുള്ളിക്കാരൻ ഒന്ന് ആങ്കർ റോളിംഗ് ആയിരുന്നു ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് വേറൊന്നായേനെ. പുള്ളിക്കാരൻ പക്ഷേ അഗ്രസീവ് ആവാൻ വേണ്ടി നോക്കി. പക്ഷേ പിച്ച് കുറച്ച് റീഡ് ചെയ്തിട്ടായിരുന്നു പുള്ളിക്കാരൻ കളിച്ചിരുന്നെങ്കിൽ നല്ലൊരു ആങ്കറിങ് റോൾ കാണാമായിരുന്നു. ഒരു 30-32 ഔട്ട് ഓഫ് 25 or 28 ദാറ്റ് വിൽ ബി ഗുഡ് ഇനഫ് ഇൻ ദിസ്. ആൻഡ് ലാസ്റ്റ് ടിം ഡേവിഡ് വന്നു, നല്ല അത്യാവശ്യം റണ്ണ് കയറ്റി. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും റണ്ണ് വന്നത്. ടിം ഡേവിഡ് സത്യം പറഞ്ഞാൽ നല്ലൊരു ജെമ്മാണ്. നമുക്ക് RCBക്ക് കിട്ടിയുള്ള വലിയൊരു ലോട്ടറിയാണ് ടിം ഡേവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാൽ കൂടെയും ഞാൻ ലിവിങ്സ്റ്റൺ പുള്ളിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ RCB ടീമിൻ്റെ ഒരു ഒഴിയാബാധയായിട്ട് കിടക്കുന്നത്. മാക്സ്വെൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം, അതേപോലെ ആയിരുന്നു ഇപ്പോൾ. ടിം ഡേവിഡ് അല്ലല്ലോ, ലിവിങ്സ്റ്റൺ ഇപ്പോൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയറിൽ മാക്സ്വെൽ ഉണ്ടായിരുന്ന യാതൊരു കുറവും പുള്ളിക്കാരൻ നികത്തിയിട്ടില്ല. മാക്സ്വെൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ലിവിങ്സ്റ്റൺ ഇപ്പോൾ പെരുമാറുന്നത്. ബാറ്റിങ്ങിലും ഉപയോഗമില്ല, ബോളിങ്ങിലും ഉപയോഗമില്ല. അകപ്പാടെ ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചു. അതാണെങ്കിൽ ഒരു 4 ക്യാച്ചും ഡ്രോപ്പ് ചെയ്തിട്ടും കണ്ടാണ് അടിച്ചത്. മുക്കി അടിച്ച ഒരു ഹാഫ് സെഞ്ചുറി. അതല്ലാണ്ട് പിന്നെ ക്രോസ് ബാറ്റ് ചെയ്യുന്ന ലിവിങ്സ്റ്റണ് അധികം ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ്റെ സമയം T20 വിരമിക്കാനുള്ള സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു. സോ ഓപ്പണിങ്ങിൽ ഫുൾ റിസൾട്ട് പോയപ്പോൾ തന്നെ ഒരു ആകപ്പാടുള്ള പ്രതീക്ഷ പോയിട്ടുണ്ടായിരുന്നു. രജത് പട്ടിദാർ കുറച്ചു നേരം നിന്നു, ട്രൈ ചെയ്തു, ഔട്ടായി. ജിതേഷ് ശർമ്മ എന്താണ് കാണിച്ചതെന്ന് അറിയത്തില്ല. റൊണാൾഡ് പാണ്ഡ്യയും ജസ്റ്റ് നിന്നില്ല. ടിം ഡേവിഡ് നല്ലൊരു ഹാഫ് സെഞ്ചുറി അവിടെ കാഴ്ചവെച്ചു. അതിനുശേഷം വേറെ വലുതായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. ബോളിംഗ് വളരെ നന്നായിട്ടാണ് അറിഞ്ഞത്. ഹർപ്രീത് ബ്രാറിൻ്റെ ഫസ്റ്റ് ഓവർ കിട്ടലായിരുന്നു. അതിനുശേഷം 10-20 റണ്ണ് പോയെങ്കിലും സെക്കൻഡ് ഓവർ കുറച്ച് കിടപ്പായിരുന്നു. ചഹൽ നന്നായിട്ട് എറിഞ്ഞു ആസ് യൂഷ്വൽ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞു പഞ്ചാബിൽ. അതേപോലെ തന്നെ ബാറ്റിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ പഞ്ചാബിൻ്റെ ബാറ്റിംഗ് എടുക്കുകയാണെങ്കിൽ റെയ്നാഷ് ആര്യ സാധാരണ എല്ലാ കളിയും ചുമ്മാ വീശി നിന്ന്. പ്രാവശ്യം കുറച്ച് അവെയറായിട്ടൊക്കെയാണ് കളിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു 16 റണ്ണ് കയറി. അതേപോലെ തന്നെ പ്രഭ് സിമ്രാനും കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചാണ് കളിച്ചത്. അയ്യർ ഒന്ന് ആങ്കറിംഗ് റോൾ ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ജോഷ് ഇംഗ്ലീഷ് അത്യാവശ്യം ഒരു 14-15 റൺ അത് ഓക്കേഷാണ്. നിഹാൽ വധേര ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ പ്രഷർ ഫുൾ എടുത്ത് കളഞ്ഞൊരു ബാറ്റ്സ്മാനാണ്. സുയാഷ് ശർമ്മ അവൻ എന്താണ് കാണിച്ചതെന്ന് അറിയത്തില്ല. ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ പിച്ച്, ലെഗ് സ്പിന്നെ തുണയ്ക്കുന്ന ഒരു കിട്ടില്ല ഒരു പിച്ച് കിടക്കുമ്പോൾ അവൻ കാണിച്ച് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. 3 ഓവർ മാങ്ങ എറിയാണ് എറിഞ്ഞത്. ഫസ്റ്റ് ഓവർ ഓക്കെ, സെക്കൻഡ് ഓവറും തേർഡ് ഓവറും ഭയങ്കര ഷോക്കായിട്ടാണ് എറിഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരൻ എന്താണ് കാണിച്ച ഓവർ പിച്ച് ഡെലിവറി എന്തിനറിയുന്നതെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒരു ലെങ്ത് ബോൾ ഇട്ട് കൊടുത്താൽ അടിക്കാൻ പറ്റത്തില്ല, അടിച്ചാലും പോകത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു പിച്ച് എറിയാൻ അറിയാത്ത ഈ പോഴൻ ഭയങ്കര ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പരാഗിൻ്റെ അനിയനായിട്ട് തോന്നും. എന്നാൽ ഒരു വെണ്ടയ്ക്കും കൊള്ളത്തുമില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു ബോളറാണ്, പക്ഷേ ഈ ലെങ്തിൻ്റെ പ്രശ്നമുണ്ട്. നല്ലൊരു കിട്ടിലൊരു ബോളറാണ്, ഗൂഗിളിയൊക്കെ കിട്ടിലേറ്റ് അറിയും. പക്ഷേ ലെങ്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കളി. പക്ഷേ നല്ല ക്രൂഷ്യലായിട്ടുള്ളൊരു കളിയായിരുന്നു.
പുള്ളിക്കാരൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. സുയാഷ് ശർമ്മ എന്തായാലും നല്ലതായിട്ട് തിരിച്ചു വരട്ടെ. അതേപോലെ തന്നെ ഞാൻ കരുതിയില്ല പുള്ളിക്കാരനെ തന്നെ പിന്നെ ഓവർ കൊടുക്കുന്നു. വേറെ ഓവർ കൊടുക്കാനും ആളുമില്ല. ലിവിങ്സ്റ്റൺ ഉണ്ടായിരുന്നെങ്കിൽ പ്രോബബ്ലി പുള്ളിക്കാരനെ കൊണ്ട് ഒരു ഓവറോടെ എറിയിപ്പിക്കാമായിരുന്നു. കൃണാൽ പാണ്ഡ്യനെ നമുക്ക് വേണമെങ്കിൽ സബ് ഇരുത്തായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബോളറിനെ ഈ പിച്ചിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രാറിനെ തൂക്കി അടിച്ചതാണ് ടിം ഡേവിഡ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് ഒരു ടാക്ടിക്കൽ എററായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ലിവിങ്സ്റ്റണ് പകരം കൃണാൽ പാണ്ഡ്യ എടുത്ത് കളഞ്ഞിട്ട് ലിവിങ്സ്റ്റണ് ഇട്ടിരുന്നെങ്കിൽ മേ ബി 1 or 2 ഓവർ അവിടെ ഇവിടെ നമുക്ക് എറിഞ്ഞു പിടിക്കാൻ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും കളി തോറ്റു. മിക്കവാറും എനിക്ക് എൻ്റെ ഒരു ഗസ്സില് പഞ്ചാബ് തന്നെ ഈ വർഷം കപ്പടിക്കണം. എന്തായാലും ചെറിയൊരു വിഷമമുണ്ട്, നല്ല സാരമില്ല, നമുക്കിതൊക്കെ ശീലമാണ്.